ഹലോ ഗൈസ്, നമ്മുടെ ഈ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ജോലി കഴിഞ്ഞിട്ട് ചേട്ടൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ബർഗർ ഹബ്ബ് ഉണ്ട് നമ്മുടെ പടിഞ്ഞാറ് കോട്ടയര അവിടെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ലൊക്കേഷൻ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതേ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ എത്തി, പിന്നെ അവിടുത്തെ മെനു ഒക്കെ നോക്കി, എന്താണ് സ്പെഷ്യൽ അങ്ങനെ ഐറ്റംസൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിച്ച് അവർക്ക് ഓർഡറൊക്കെ കൊടുത്ത് പേ ചെയ്തിട്ട് അങ്ങനെ കയറട്ടെ. മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് ഇരിക്കാനായിട്ട്. അങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഞങ്ങൾ പറയണേ എന്തെങ്കിലും കഴിക്കണം, ഒന്നില്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ എന്തെങ്കിലും പാനിപൂരിയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇനി വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബർഗർ ഫിക്സ് ആക്കിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. ഞങ്ങൾക്കാണെങ്കിൽ ഒരു വലിയ ഒരു കപ്പിൾസിന് ഇരിക്കാൻ പറ്റിയൊരു ചെയറാണ് ഒഴിവുണ്ടായിരുന്നുള്ളൂ കേട്ടോ, 2 ചെയർ. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പം അങ്ങനെ പിന്നെ സ്ഥലമായപ്പം മാറിയിരുന്നു കേട്ടോ. അവിടെ ഓക്കെ ആയിരുന്നു, കാരണം ഇത്തിരി ലോങ് ചെയറായിരുന്നു. ദേ ആ കാണണം മഞ്ഞയും റോസും കേട്ടോ. അങ്ങനെ മാറിയിരുന്നു. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഒരു 20 to 30 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കണം വരണമെങ്കിൽ. അങ്ങനെ വന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു കേട്ടോ. ഫുള്ളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫുള്ള് ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ആദ്യത്തെ ആവേശമൊന്നും കഴിച്ച് പകുതിയായപ്പോൾ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നായി പൈസ കൊടുത്ത് മേടിച്ചത് കൊണ്ട്. അപ്പോൾ ആദ്യം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനും അതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് പെപ്സി ആയിരുന്നു കേട്ടോ, കോള. അങ്ങനെ കഴിച്ചു തുടങ്ങി. നല്ല അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ. മിക്കതും അവിടെ ഉള്ളവരൊക്കെ ഈ ഒരു ഐറ്റം തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഗൈസ്, ഫുള്ള് പറഞ്ഞ 2 പേർക്ക് കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാരണം 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഹാഫ് മതിയായിരുന്നു എന്ന് തോന്നിയിട്ട് ഞങ്ങൾക്ക്. ഫുള്ള് പറഞ്ഞത് ഇനി കഴിക്കാൻ തികയാണ്ടിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഫുള്ള് പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ മതിയായി, കുറച്ച് പകുതിയായപ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതിയെന്നായി 2 പേർക്ക് കേട്ടോ. എനിക്ക് മാത്രമല്ല, ചേട്ടനും അതുപോലെ തന്നെയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും കഴിച്ചു. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പോവാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പോയിട്ട്. നമുക്കൊരു 200 സംതിങ് അങ്ങടെ റേറ്റ് ആയിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് ഫുള്ളിനായിട്ട്. ഇതിൻ്റെ കൂടെ കോളയും കൂടി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കോള എനിക്ക് ഒന്നാമത് തീരെ ഇഷ്ടമില്ല, പിന്നെ മേടിച്ചു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കിയാൽ മതി എന്നായി ലാസ്റ്റ്. അങ്ങനെ തീർത്തു കേട്ടോ ഗൈസ്. പിന്നെ ചേട്ടൻ കോള കുടിച്ചു, എൻ്റെയും കൂടെ കുടിച്ചു. എനിക്ക് ഈ കോള അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അവസാനം പറയുമ്പോൾ ചെറിയൊരു മട്ടലൊക്കെ വരും. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. അങ്ങനെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഗൈസ്. അധികം ടൈമൊന്നും എടുത്തില്ല, ഒരു 6:30 ടൈം ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നേരെ വീട്ടിലെത്തിയപ്പോൾ തന്നെ 7 മണിയായി. പിന്നെ വീട്ടിൽ എത്തിയിട്ട് വൈകുന്നേരത്തിനുള്ള ചോറ് തിളപ്പിച്ച് വിട്ടിലായിരുന്നു. പിന്നെ ചേട്ടൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വരുന്ന വഴി ഉണക്ക മുള്ളന്. അപ്പോൾ അത് വറക്കാൻ നോക്കുമായിരുന്നു. മര്യാദയ്ക്ക് ഞാൻ ഈ പാനിൽ വറക്കുമ്പോൾ പറഞ്ഞതാണ് കേട്ടോ, ഇതിൽ മുഴുവനായിട്ട് വറക്കാൻ പറ്റില്ല, ചുവന വറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ മൂപ്പരാൾ അത് ഞാൻ വറുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിലോട്ട് അത്യാവശ്യം ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ വറക്കണത് ചേട്ടൻ്റെ ജോലിയായിരുന്നു. സംഭവം വേറൊന്നുമില്ല ഗൈസ്, കുറച്ച് വറുത്തപ്പോൾ ഈ ഒരു അവസ്ഥയായി. കാരണം തലയുടെ ഭാഗമൊന്നും മര്യാദയ്ക്ക് വേവാണ്ടായി. എന്നിട്ട് അവസാനം ചീഞ്ചട്ടി എടുത്തിട്ട് ഇരട്ടിപ്പണി ഉണ്ടാക്കിയിട്ട് വീണ്ടും നിന്ന് വറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കണ്ട ഇതുപോലെ ഉണ്ടായിരുന്നു. ചീഞ്ചട്ടിയിലാകുമ്പോൾ മര്യാദയ്ക്ക് വറുക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് നൈറ്റ് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല, കാരണം നമ്മൾ ഉച്ചതിരിഞ്ഞ് പോയിട്ട് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വയറ്റിൽ സ്ഥലമില്ല, ഗൈസ് വയർ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോക്കാണ് എല്ലാവർക്കും ബൈ ബൈ.